ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വചനവും സാക്ഷ്യവും എന്ന ഫേസ്ബുക്ക് ലൈവ് ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്ക് എന്നെ സ്നേഹപൂർവം ക്ഷണിച്ച ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ അഡ്മിൻ പാനലിനും വിശേഷ്യ ഈ പ്രസ്ഥാനത്തിൻ്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ അനുഗ്രഹീത കർത്തൃദാസൻ തോമസ് ചെറിയാൻ സാർ തുടങ്ങിയ എല്ലാ ഒഫീഷ്യൽസിനും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. തുടർന്ന് ദൈവവചനത്തിൽ നിന്നും ചില ആശയങ്ങളെ അനുവാചകരിലേക്ക് എത്തിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവവചന ഘോഷണത്തിൻ്റെ പ്രതിപാദന ഭാഗമായി തിരുവെഴുത്തിൽ നിന്ന് വായിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 6-ാമത് വചനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 6-ാമത് വചനം. ഈ വചനഭാഗത്തിൻ്റെ 2-ാം ഭാഗമാണ് വായിക്കുന്നത്. 2-ാം ഭാഗം ഇങ്ങനെ: ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. അനുഗ്രഹിക്കുന്ന വചസ്സുകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു നിമിഷം സ്തോത്രം ചെയ്യുന്നു. സ്വർഗീയ പിതാവേ, ഇന്നത്തെ ചിന്തയ്ക്ക് ആസ്പദമായി വായിച്ച തിരുവെഴുത്തിനായി സ്തോത്രം. ഈ വചനത്തിലൂടെ പ്രേക്ഷകരോട് കർത്താവ് എന്താണ് എന്ന് ഇടപെടാൻ ആഗ്രഹിക്കുന്നത് അത് ഞങ്ങളോട് സംസാരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഏറെ പേർക്കും ഏറെ സുപരിചിതമായ ചരിത്ര പശ്ചാത്തലമടങ്ങുന്ന ഒരു ഭാഗത്തു നിന്നുമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആസ്പദമായ ദൈവവചനം വായിച്ചിട്ടുള്ളത്. ആ ഭാഗത്തേക്ക് ഇടപെട്ടുകൊണ്ട് 1, 2, 3, 4, 5 എന്ന് ചില ചിന്തകൾ ഏവരിലേക്കും കൈമാറുവാൻ ഞാൻ കർത്താവിൽ ആശിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം എന്ന മഹത്വപൂർണമായ വിഷയത്തെ വളരെ മികവോടെ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു മനോഹര ഗ്രന്ഥമാണ്, പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം. സമയത്തിന്റെ പരിമിതി മനസ്സിലാക്കുന്നത് കൊണ്ട് ഈ പുസ്തകത്തിന്റെ മുഖവുര ഭാഗങ്ങളിലേക്ക് നിൽക്കാതെ ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന പരാമർശ വിഷയങ്ങളിലേക്ക് കടന്നു വരാനാണ് ആഗ്രഹിക്കുന്നത്. ഈ അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ
യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥേസ്ത എന്ന് എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്, അതിന് 5 മണ്ഡപം ഉണ്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ബെഥേസ്ത എന്ന വാക്കിനർത്ഥം ദയയുടെ ഭവനം എന്നാണ്, ദയയുടെ വീട്. ഇന്ന് അനേക ഭവനങ്ങളിലും നന്മ ആഗ്രഹിച്ചിട്ട്, അനുഗ്രഹം പ്രതീക്ഷിച്ചിട്ട് അനേകരും രേഖപ്പെടുത്താറുണ്ട്, ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ. അത് വളരെ നല്ലത് തന്നെയാണ്. എന്നിരുന്നാലും അതിന് അനുചിതമായ നിലയിലല്ല പല കുടുംബങ്ങളിലും സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത്. കലാപകലുഷിതമായോ നിരന്തരമായ രോഗങ്ങളുടെ വേട്ടയാടൽ, സാമ്പത്തിക പ്രതിസന്ധികൾ, നിരവധി പ്രശ്നങ്ങൾ നിമിത്തം സമാധാനത്തിന് ജീർണനമേറ്റ അവസ്ഥയിലാണോ ചിലരൊക്കെ ആയിരിക്കുന്നതെങ്കിൽ ഈ പ്രതിസന്ധികൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകേണ്ടതിന് ബെഥേസ്ത എന്ന വാക്കിൻ്റെ അർത്ഥതലമായ ദയയുടെ ഭവനം എന്ന സാധ്യത ഒരുക്കി കൊടുത്തുകൊണ്ട് ബെഥേസ്ത കുളക്കരയിലേക്ക് വന്നു ചേർന്ന കർത്താവിൻ്റെ ദിവ്യ സമാധാനത്താൽ ഏവരും നിറയപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആട്ടുവാതിൽക്കൽ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കിയെടുക്കുന്നതിന് അതിൻ്റെ കാരണത്തെ, അങ്ങനെ പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണത്തെ നാം ഒന്നറിയേണ്ടതുണ്ട്. ആ കാലത്ത് ദൈവാലയത്തിലേക്ക് ആടുകളെയും യാഗമൃഗങ്ങളെയും കൊണ്ടുവന്നിരുന്ന വാതിലാണിത്. ഓമർ മോസ്കിൻ്റെ അല്പം വടക്ക് കിഴക്കാണ് ഈ കുളം നിലനിന്നിരുന്നത്. AD 1611 വരെ ഈ കുളത്തിൽ വെള്ളമുണ്ടായിരുന്നുവെന്ന് ചരിത്ര സാക്ഷ്യം പ്രസ്താവിക്കുകയാണ്. ദൈവാലയത്തിലേക്ക് യാഗമൃഗങ്ങളെ കൊണ്ടുവരുവാൻ ഉള്ള ഇടം ഈ വാതിൽ വഴിയാണ് കടത്തിവിടുന്നത്. അവിടെ ഒരു കുളമുണ്ടായിരുന്നു. കാലാതീതമായി ഏറെക്കാലങ്ങളായി അവരുടെ ഇടയിൽ വെച്ചു പുലർത്തുകയും പലർക്ക് അനുഭവവേദ്യവുമായിരിക്കുന്നതുമായ ഒരു വസ്തുതയുണ്ട്. അതിങ്ങനെയാണ്: ദീർഘനാളുകളായി രോഗബാധിതരായി കിടക്കുന്ന ആൾക്കാരെ, ഏത് രോഗമായിരുന്നാലും അവരെ ചുമന്നുകൊണ്ട് വന്ന് കൈപിടിച്ച് നടത്തിയുമൊക്കെ ഈ കുളത്തിൻ്റെ കരയിൽ കൊണ്ടിരുത്തുമായിരുന്നു വീട്ടുകാർ, തൽപരകക്ഷികൾ. ആ കൂട്ടത്തിൽ പേര് വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത, രോഗം ഇന്നത് എന്ന് പറഞ്ഞിട്ടില്ലാത്ത, അപ്പോൾ തന്നെ സ്വന്തമായി ലക്ഷ്യത്തിലേക്ക് നടന്നെത്തുവാൻ കഴിയാതെ പരസഹായം വേണ്ടതായ ഒരു രോഗി എന്ന നിലയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ അനേകരുടെ ഇടയിൽ അവിടെ കിടന്നിരുന്നു. ഇങ്ങനെ ഇരിക്കെ യേശു കർത്താവ് ഒരിക്കൽ ഈ കുളത്തിൻ്റെ കരയിലെത്തുന്നു. എന്തിനാണ് ഈ കുളത്തിൻ്റെ കരയിൽ ആൾക്കാരെ കൊണ്ട് കിടത്തിയിരുന്നത്? അവരുടെ ഇടയിൽ നിന്നിരുന്ന വിശ്വാസം എന്താണ്? അതിപ്രകാരമാണ്: ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദൂതൻ ഈ കുളത്തിലിറങ്ങി ഈ കുളം കലക്കുമെന്നും, കുളത്തിലെ വെള്ളം കലങ്ങുന്ന സമയത്ത് ഈ വെള്ളത്തിൽ ആദ്യം ഇറങ്ങുന്ന ആൾ ആരാണോ ആ വ്യക്തിക്ക് സൗഖ്യം വരും എന്നുമാണ് അവരുടെ വിശ്വാസം. ഇതിനെക്കുറിച്ച് മറ്റ് വേദഭാഗങ്ങളിലൊന്നും പരാമർശങ്ങൾ കാണുന്നില്ല.
ഈ ഭാഗത്ത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരുടെ വിശ്വാസം അതാണ്. അങ്ങനെയുള്ള ഇടത്ത് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യേശുവിനെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പദനാമമുണ്ട്, ഒരു നാമകരണമുണ്ട്. യേശു വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണെന്ന്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവ് ഈ കുളത്തിൻ്റെ കരയിലെത്തി പലരെയും വീക്ഷിക്കുന്നു. അവിടെ ജനത്തിൻ്റെ വലിയ തിരക്ക് അനുഭവപ്പെടുകയാണ്. 5-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് വായിക്കുമ്പോൾ ഉത്സവത്തിൻ്റെ കാലമായിരുന്നു, ഉത്സവമായിരുന്നു അത്. അപ്പോൾ ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട് ഉത്സവത്തെ വീക്ഷിക്കുവാൻ. ഈ കൂട്ടത്തിൽ യേശുവും അവിടെ എത്തി. യേശുവിൻ്റെ സാന്നിധ്യം ഈ കുളക്കരയിലേക്ക് വരികയാണ്. നാനാ രോഗികളെ അവിടെ കർത്താവ് വീക്ഷിക്കുന്നുണ്ട്. ഈ രോഗികളിൽ നിന്ന് എന്തോ ചില വ്യത്യസ്തതയുള്ള ഒരു മനുഷ്യനായിട്ട് അവനെ കണ്ടിട്ടാകാം, അല്ലെങ്കിൽ എന്തോ യേശു അവനോട് സംവാദത്തിൽ ഏർപ്പെടുകയാണ്. അതിൻ്റെ 3-ാം വാക്യത്തിൽ അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. ഇത് കണ്ട കർത്താവ്, ഈ രോഗികളെ തിരിച്ചറിഞ്ഞ കർത്താവ് അതിൽ ഒരുവനായ ഒരു മനുഷ്യനോട് ആശയ വിശകലനം നടത്തുകയാണ്. ആ രോഗിയെക്കുറിച്ച് അവിടെ അഡ്രസ് ചെയ്യുന്നത്, ഒന്ന്, ഇവന് 38 വർഷമായി ഈ കുളത്തിൻ്റെ കരയിൽ കിടക്കുകയാണ്. മറ്റൊന്ന്, ഇവനെ സഹായിക്കുവാൻ ആരുമില്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ 38 വർഷമായി ഭവനാന്തരീക്ഷം എന്തെന്നറിയാതെ, ഉറ്റവരും ഉടയവരും കൂടെ പിറന്നവരും അവരെ കാണാൻ കഴിയാതെ, അവരുമായി സമ്പർക്കം അറിയാൻ കഴിയാതെ, അവരുടെ സ്നേഹലാളിത്യങ്ങൾ, പരിചരണങ്ങൾ ലഭ്യമാകുവാൻ കഴിയാതെ 38 വർഷമായി ഇവന് കുളക്കരയിൽ തഴയപ്പെട്ടവനെ പോലെ കിടക്കുകയാണ്. നമുക്കറിയാം, ഇവനെ സന്ദർശിക്കുവാൻ അവിടെ എത്തിയ കർത്താവ് 33.5 വർഷം മാത്രമേ ഐഹിക ജീവിതകാലത്ത് ഈ ലോകത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ രോഗി ഈ കുളക്കരയിൽ വന്നിട്ട് 7 വർഷം ശേഷം മാത്രമാണ് യേശു ജനിച്ചത് തന്നെ. അത് പറഞ്ഞപ്പോൾ യേശുവിനെ ഇത്ര ഉയർത്തി പറയുവാൻ എന്താ കാരണം? കേവലം അത്രമാത്രം പഴക്കമുള്ള ഒരു വ്യക്തി എന്തിന് ഇത്ര പ്രസക്തിയോടെ പറയുന്നു എന്നൊക്കെ ചോദിച്ചാൽ, ഇനിയും ആരെങ്കിലുമൊക്കെ വ്യത്യസ്തങ്ങളായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയാലും ദൈവവചനമാകുന്ന വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ സത്യം, സംഹിത എന്താണെന്ന് ഞാൻ പറയാം. മനുഷ്യവർഗം പാപത്തിൽ നിബന്ധിച്ചപ്പോൾ പാപികളായ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കി കൊടുക്കേണ്ടതിന് സാക്ഷാൽ നീതിമാനായ ദൈവം നീതിയുള്ളവനായി തത്തുല്യനായി ഒരുവനെ ഉലകത്തിൽ കാണാതിരുന്നത് കൊണ്ട് ദൈവം തന്നെ മനുഷ്യനായി ലോകത്തിലേക്ക് പ്രത്യക്ഷതയെടുത്തു. അങ്ങനെ പ്രത്യക്ഷനായ ദൈവം, അതാണ് യേശുക്രിസ്തു. ആ യേശുവാണ് ഈ കുളത്തിന്റെ കരയിൽ നിൽക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ യേശുവിൻ്റെ പ്രായത്തേക്കാൾ കൂടുതൽ പ്രായം കുളക്കരയിലുള്ള ഈ വ്യക്തിക്കുണ്ട്. ഒരുപക്ഷെ അതിലധികം ഇവന്റെ രോഗത്തിന് പഴക്കം കാണാം, ഇവന്റെ പ്രായവും കാണാം. കാരണം ഇവിടെ വന്നിട്ട് 38 വർഷം, ഒരുപക്ഷെ അതിൽ കൂടുതൽ രോഗാവസ്ഥയിൽ ഇവൻ അകപ്പെട്ടിട്ടുണ്ടാകാം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എൻ്റെ പ്രേക്ഷകരോട് ഞാൻ തുടക്കത്തിലേ ഒന്ന് പറയട്ടെ. വിവിധങ്ങളായ പ്രതിസന്ധികളാൽ ഭാരപ്പെടുന്നവരാണോ നിങ്ങൾ? രോഗത്തിൻ്റെ പഴക്കമോർത്ത്, രോഗിയുടെ പ്രായമോർത്ത് നിങ്ങൾ വേദനിക്കുന്നവരാണോ? എൻ്റെ കുഞ്ഞിൻ്റെ ഈ ഗതി എന്തായിത്തീരും? ദൈവമേ, ഞങ്ങളെ സഹായിപ്പാൻ ആരുമില്ല, എന്താ ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെ എന്നോർത്ത് കാലഘട്ടത്തെ പഴിച്ചുകൊണ്ട്
ചിലരുടെയൊക്കെ ഭാഷയിൽ മുൻജന്മത്തെ ശപിച്ചുകൊണ്ട്, ജനിച്ച ദിവസത്തെ യോബിനെ പോലെ വിമർശിച്ചുകൊണ്ട് ആയിരിക്കുന്നുവെങ്കിൽ രോഗിയുടെ പ്രായവും രോഗത്തിന്റെ പഴക്കവും ദൈവത്തിനൊരു പ്രശ്നമല്ല എന്ന് തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, നിങ്ങളുടെ പ്രശ്നം എത്ര തന്നെ വലുതായിരുന്നാലും അതിന്മേൽ ശാശ്വത പരിഹാരം വരുത്തുവാൻ കുളക്കരയിൽ എത്തിയെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞ യേശു കർത്താവ് ഇതാ നിങ്ങളുടെ ഭവനത്തിൽ ഇപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ദൈവം നിങ്ങളെ തൊടും, ദൈവം നിങ്ങളെ സൗഖ്യമാക്കും, ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. കഴിഞ്ഞ ഒരു തവണ ഈ ശുശ്രൂഷയിൽ ഞാൻ പങ്കാളിയായപ്പോൾ ശുശ്രൂഷയ്ക്ക് അനന്തരം എന്നെ വിളിക്കുകയുണ്ടായി ഫോണിൽ. അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇടയായിത്തീർന്നു. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ കേൾക്കുന്ന വചനത്താൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കുകയാണ്. വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, തള്ളിക്കളയേണ്ടവർക്ക് തള്ളിക്കളയാം, സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം. അത് നിങ്ങളുടെ വ്യക്തിപരമായ മൗലികതയിൽപ്പെട്ട കാര്യമാണ്. പക്ഷെ വേദപുസ്തകം വിഭാവന ചെയ്യുന്ന വിടുതലും എൻ്റെയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സൗഖ്യവും സമാധാനവും ഈ വചനത്തെ ഇങ്ങനെ പ്രസ്താവിക്കുവാൻ എന്നെ സധൈര്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ പ്രസ്താവിക്കുന്നു, യേശുവിന് കഴിയാത്തതായി ഒന്നുമില്ല. നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ആരുമാകട്ടെ, ഒന്ന് നിൽക്കൂ, ഒന്ന് വിശ്വസിക്കുവോ, യേശുവേ എന്നൊന്ന് വിളിക്കൂ. എൻ്റെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വരുത്തുവാൻ എൻ്റെ കർത്താവേ അവിടത്തേക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് എത്ര പേര് പറയുമോ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുകയാണ്. യേശു കർത്താവ് ഈ കിടക്കുന്ന മനുഷ്യന്റെ അടുക്കൽ ചെന്നിട്ട് യേശു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. യേശു അവനോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ചിലരോടൊക്കെ ഞങ്ങൾ ചോദിക്കുമ്പോൾ ചിലർ പിന്നെ മനസ്സുണ്ടായിട്ടല്ലേ വന്നത്, പിന്നെന്താ അങ്ങനെ ചോദിക്കുന്നത് ചോദിക്കും. വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലർ പറയും പിന്നെ വിശ്വാസമില്ലേ. പ്രാർത്ഥിക്കണോ എന്ന് ചോദിച്ചാൽ ചിലർ പിന്നെ പ്രാർത്ഥിക്കണ്ടയോ. അതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നീ എന്ത് ആഗ്രഹിക്കുന്നു എന്ന് യേശു ചോദിക്കുമ്പോൾ കൃത്യമായി നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ ദൈവഹിതപ്രകാരമുള്ളത് പ്രസ്താവിക്കുവാൻ നാം തയ്യാറാകണം. കർത്താവ് അവന്റെ ആവശ്യം ചോദിക്കുമ്പോൾ അവൻ അന്ന് വരെ ആരോട് തുറന്നു പറയാത്ത മറ്റൊരു പ്രശ്നം കൂടെ അവൻ അവതരിപ്പിക്കുകയാണ്. എൻ്റെ ശരീരത്തിന് മാത്രമല്ല രോഗം, എൻ്റെ മനസ്സിന് കൂടെയാണ് രോഗം എന്ന് വെച്ചാൽ അവൻ പറയുന്നു, ഞാൻ 38 വർഷമായി കുളക്കരയിൽ രോഗിയായി കിടക്കുകയാണ്. കുളത്തിൽ വെള്ളം കലങ്ങുമ്പോൾ പലരും മുൻപേ പോയി അതിൽ ഇറങ്ങി രക്ഷപ്പെടുന്നു. എന്നാൽ എന്നെ അവിടേക്ക് കൈപിടിച്ച് നടത്തുവാൻ ആരുമില്ല. ഞാൻ ചെല്ലുമ്പോഴേക്കും എനിക്ക് മുൻപേ മറ്റൊരുവൻ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവൻ്റെ ദീനരോധനത്തിൻ്റെ വസ്തുത എന്താ? എല്ലാവരും അവൻ തഴയപ്പെട്ടിരിക്കുന്നു. ഇന്നെന്നെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിലർ ഒരുപക്ഷെ രോഗത്തിൻ്റെ ദേഹവേദനയേക്കാൾ കൂടുതൽ അനുഭവിക്കുന്നത്, പ്രാണവേദനയേക്കാൾ കൂടുതൽ അനുഭവിക്കുന്നത്, നിങ്ങളെ നോക്കുവാൻ ആരുമില്ല, ഒരു നല്ല വാക്ക് പറയുവാൻ ആരുമില്ല, ശരണത്തിനൊരു ഇടമില്ല, ഒരു നേരത്തെ ആഹാരം തരുവാൻ ആരുമില്ല, ഒന്ന് താങ്ങി ഇരുത്തുവാൻ ആരുമില്ല. ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ, എനിക്ക് ആരുമില്ലല്ലോ, എൻ്റെ മക്കൾ എനിക്കില്ലല്ലോ എന്നോർത്തിട്ട് എന്നെ കേൾക്കുന്ന ഒരാളെങ്കിലും വൃദ്ധമന്ദിരത്തെ അഭയം തേടുവാൻ, അതുപോലെയുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് അഭയം തേടുവാൻ ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ ഭാരപ്പെടുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിന് വ്യത്യാസം വരുത്തുവാൻ കഴിയുന്ന കർത്താവിൻ്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം. യേശു ചോദിക്കുന്നു, നിന്റെ പ്രശ്നം എന്താണ്? നിനക്ക് വിടുതൽ പ്രാപിക്കുവാൻ മനസ്സുണ്ടോ? ഈ വിഷയം അവൻ കർത്താവിൻ്റെ അടുക്കൽ പ്രസ്താവിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അവന് കൊടുക്കുന്ന മറുപടിയുണ്ട്. യേശു അവനോട് എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു.
എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്ക എന്ന് പറയും. ഒന്ന് ഓർത്ത് നോക്കണം, കഴിഞ്ഞ 38 വർഷമായി യേശു ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിക്കുന്നതിന് മുൻപായി, പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപായി, അതിനും എത്രയോ കാലങ്ങൾക്ക് മുൻപ് ഈ കുളക്കരയിൽ എന്നോ ഒരിക്കൽ ആരോ വിരിച്ചു കിടത്തിയ ഒരു ബെഡില് ഒരു കഷണം തുണിയിൽ എന്തോ 38 വർഷമായി എഴുന്നേൽക്കുവാൻ കഴിയാതെ ജീർണത അനുഭവിച്ചുകൊണ്ട് മറ്റും അശുദ്ധിയിൽ കിടക്കുന്ന ഈ പ്രിയപ്പെട്ടവനെ അവിടെ നിന്ന് എഴുന്നേൽക്കുവാൻ കഴിയാതെ വളരെ ദുർഗന്ധം വമിക്കുന്ന ഈ പ്രതികൂല സാഹചര്യത്തിൽ അവൻ അകപ്പെട്ടിരിക്കുമ്പോൾ യേശു അവനോട് പറഞ്ഞത്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക. ഇനി വാ, ഞാൻ എഴുന്നേൽപ്പിക്കാമെന്നല്ല, ഇങ്ങോട്ട് വന്നേ ഇവനെ ഒന്ന് എഴുന്നേൽപ്പിച്ചേ എന്നല്ല, നീ സ്വയം എഴുന്നേൽക്കണം, നിന്റെ കിടക്ക നീ എടുക്കണം, നീ നടക്കണം. വളരെ ചെറുതായ ഒരു സന്ദേശത്തിലൂടെ ചുരുക്കമായി പ്രസ്താവിക്കുന്ന ചില ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായി ഭവിക്കേണ്ടതിനെ തൊട്ട് ഞാൻ വിടാം. അവൻ ചോദിച്ചില്ല, യേശുവേ, ദീർഘവർഷങ്ങളായി ഞാനിവിടെ കിടക്കുകയാ, എനിക്ക് അനങ്ങാൻ പറ്റില്ല, എനിക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല, എൻ്റെ കാലുകൾക്ക് ഉറപ്പില്ല, എൻ്റെ ഏപ്പുകൾ ആടി കിടക്കുകയാ, ബലമില്ല, എൻ്റെ കാലിൻ്റെ അടിഭാഗം ഉറയ്ക്കത്തില്ല, എനിക്ക് വേദനിക്കും, പരസഹായമില്ലാതെ പറ്റില്ല, എന്നെ ആരെങ്കിലും സഹായിക്കാതെ എനിക്ക് അവിടേക്ക് പോകാൻ പറ്റാതെയാണ് ഞാനിവിടെ കിടക്കുന്നത്. ഈ സാഹചര്യത്തിൽ എന്താണ് അങ്ങ് പറയുന്നത്? ഞാൻ എങ്ങനെ എഴുന്നേൽക്കും സ്വയമായി എന്ന് ചോദിക്കേണ്ട ഇടത്ത് നിന്നോട് പറയുന്നവൻ യേശുവാണെങ്കിൽ ചോദ്യം ചെയ്യാതെ അനുസരിക്കുവാൻ വിശ്വാസം അകത്തളത്തിലേക്ക് ഇറങ്ങി വരുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇന്ന് ഒരു അത്ഭുതം കാണുകയാണ്. ഈ വ്യക്തി വേഗം അവന്റെ അകത്തളത്തിൽ വിശ്വാസത്തിന്റെ അവസ്ഥ ഉരുത്തിരിഞ്ഞു വന്നു. യേശു സംസാരിച്ചത് അവൻ കേൾക്കുന്നുണ്ടെങ്കിൽ, കേട്ടിട്ട് പ്രതികരിച്ചെങ്കിൽ, യേശുവിനെ കുറിച്ച് നാളുകളായി കേട്ടുവരുന്ന വസ്തുതകളെല്ലാം ഇവനും കേട്ടിട്ടുണ്ടാകാം. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എങ്കിൽ ഇവനെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ കുറിച്ചുള്ള കേൾവി മറ്റൊരാൾ പറഞ്ഞിട്ട് വിശ്വസിക്കുകയല്ല, മറിച്ച് ഇവൻ യേശു നേരിട്ട് പറയുന്നത് കേൾക്കുകയാണ്, എന്നിട്ട് വിശ്വസിക്കുകയാണ്. ഇവൻ ചാടി എഴുന്നേൽക്കുകയാ, തന്റെ കിടക്ക എടുക്കുകയാ, ചാടി എഴുന്നേൽക്കുകയാ. യേശു ഒരു വാക്ക് പറഞ്ഞാൽ ചോദ്യം ചെയ്യാതെ അനുസരിച്ചുകൊണ്ട്, ഞാൻ ഇതാ എന്ന് ഉത്തരം പറഞ്ഞുകൊണ്ട് അതിനോട് അനുകൂലമായി പ്രതികരിക്കുവാൻ കഴിയുന്ന വ്യക്തിയെ താങ്കൾ ആരായിരുന്നാലും, സ്ത്രീയോ പുരുഷനോ ബാലനോ ബാലികയോ വൃദ്ധനോ വൃദ്ധയോ ആര് തന്നെയാകട്ടെ, തങ്ങളുടെ കുലമഹിമ, തങ്ങളുടെ ആഠ്യത്വം, തങ്ങളുടെ ജീവിത അവസ്ഥകൾ, ഒറ്റപ്പെടലുകൾ, പേര്, നാള്, തങ്ങളുടെ നക്ഷത്രം, തങ്ങൾക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഭാവിയെക്കുറിച്ച് തയ്യാറായിരിക്കുന്ന നക്ഷത്ര ജാതകങ്ങളൊക്കെ എന്ത് തന്നെയായിരുന്നാലും നിങ്ങളെ മരിപ്പിക്കുമെന്നോ നിങ്ങൾ ഇവിടെ തീരുമെന്നോ ജാതകമുള്ള വ്യക്തിയാണോ എന്നെ കേൾക്കുന്നതെങ്കിൽ നിന്റെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം വരുത്തുവാൻ യേശുവിന് കഴിയും. യേശു ചോദിക്കുകയാ, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഇനി ഒരിക്കലും വിടുതലില്ല, മരണം മാത്രമാണ്, ആത്മഹത്യ മാത്രമാണ്, വീട് വിട്ടുപോകൽ മാത്രമാണ് എന്റെ മുന്നിലുള്ള ഏക വഴിയെന്ന് നിങ്ങൾ ഓർത്ത് വ്യാകുലപ്പെടുന്നുവെങ്കിൽ യേശു പറയുന്നു, എഴുന്നേൽക്ക്, നിന്റെ കിടക്ക എടുക്ക്, നടക്ക്. അവൻ ക്ഷണത്തിൽ കിടക്കെടുത്ത് നടന്നു. എന്താ അതിനർത്ഥം? വിശ്വാസത്തിന്റെ പ്രവൃത്തി അവൻ ചെയ്യുകയാണ്. നാം വിശ്വസിച്ചാൽ മാത്രം പോരാ, വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യണം. വിശ്വാസത്തിന്റെ പ്രവൃത്തി അതാണ് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് ലോകം മുഴുവനും സമ്മതിച്ചിരിക്കുക. യേശുവിന്റെ വാക്ക് അവൻ അനുസരിച്ചുകൊണ്ട് അവൻ ചാടി എഴുന്നേൽക്കുകയാണ്, കിടക്ക എടുക്കുകയാണ്. കിടക്ക എടുക്കുന്നത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണെങ്കിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ കർത്താവ് അവനെ സൗഖ്യമാക്കി അവൻ നടക്കുകയാണ്. എന്റെ ചിന്ത, എന്തുകൊണ്ടാണ് കിടക്ക എടുക്കാൻ പറഞ്ഞത്? കഴിഞ്ഞ 38 വർഷമായി ഇവൻ ഭവനത്തിൽ തടയപ്പെട്ടതിൻ്റെ ഒരു കാരണം സ്വന്തമായി ജോലി ചെയ്ത് കുടുംബത്തെ പോറ്റുവാൻ കഴിവില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ ഭവനത്തിൽ വേണ്ട ചെയ്യാൻ നിവൃത്തിയില്ലാത്തവനായിരിക്കാം എന്നുള്ളത് കൊണ്ടായിരിക്കാം. പക്ഷേ സൗഖ്യം പ്രാപിച്ചവൻ പിന്നെയും ആ രോഗത്തിൻ്റെ പേര് പറഞ്ഞ് നടക്കുവാനല്ല, മറ്റുള്ളവരാൽ
നയിക്കപ്പെടുവാനല്ല, സൗഖ്യം പ്രാപിച്ചവൻ തനിക്ക് സൗഖ്യം പ്രാപിച്ചു എന്ന് തെളിയിക്കുവാനും ആ സൗഖ്യത്തിന് ശേഷം കിടക്കയെടുത്ത് നടന്നതുകൊണ്ട് ഇനി ഭാവിയിൽ ഒരു ചുവട്ടുതൊഴിലാളിയുടെ പണിയെടുത്താലും ജോലിയെടുക്കുവാൻ ആരോഗ്യമുണ്ടെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാനും ആ വെളിപ്പാട് തനിക്ക് ബോധ്യപ്പെടേണ്ടതിനും അവന് കിടക്കയെടുത്ത് നടക്കുവാൻ യേശു പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാലങ്ങളായി സൗഖ്യം പ്രാപിച്ചിട്ട് പിന്നെയും ലാസറിനെ പോലെ ഉയർത്തെഴുന്നേറ്റ് വന്ന ലാസറിനെ പോലെ കെട്ടപ്പെട്ട് കഴിയുന്നു എങ്കിൽ ഈ വചനത്തിന്റെ വിശ്വാസത്താൽ നിങ്ങൾ പറ, യേശുവിന്റെ നാമത്തിൽ എനിക്ക് പിന്നെയും മുന്നേറുവാൻ കഴിയാതെ വണ്ണം കെട്ടപ്പെട്ടിരിക്കുന്ന അനാരോഗ്യ അവസ്ഥ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ എന്ന് ഇന്ന് പകൽ ആര് ഈ രാവിലെ പ്രസ്താവിക്കുമോ, നിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറി നീ ആർജവത്തോടെ നിന്റെ പ്രവർത്തനങ്ങൾക്കായി ഇറങ്ങിത്തിരിക്കുവാനിടയായിത്തീരും. അതിനുശേഷം ഈ വ്യക്തി ദൈവാലയത്തിൽ ചെല്ലുന്നു. യേശു അവനെ അവിടെ വെച്ച് കാണുന്നു. അവൻ പ്രമാണികളുടെ അടുക്കൽ ചെന്ന് യേശു അവനെ സൗഖ്യമാക്കി എന്ന് പറയുന്നു. യേശു ആലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ കർത്താവിനോട് പറഞ്ഞൊരു പദമുണ്ട്, ഒരു വാക്യമുണ്ട്, ഒരു വചനമുണ്ട്. അത് 14-ാമത്തെ വാക്യമാണ്. സൗഖ്യം പ്രാപിച്ചവൻ 14-ാം വാക്യം. അനന്തരം യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ടു. അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. യേശു ജനിക്കുന്നതിന് മുൻപേ രോഗിയായി തീർന്ന ഈ മനുഷ്യന്റെ രോഗത്തിന്റെ കാരണം പാപമായിരുന്നു എന്നും അവന്റെ പാപത്തിന്റെ പരിണിതഫലമാണ് ഈ രോഗം അവന് ബാധിതമായി എന്നും അവനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് യേശു കർത്താവ് അവനോട് പറയുന്നു, നോക്കൂ, ഇനി അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. ഇന്ന് രോഗശാന്തിക്ക് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി, ശാപം മാറാൻ വേണ്ടി, അങ്ങനെ പല പല വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അനേകർ ദൈവാലയത്തിൽ പോകുക, പ്രാർത്ഥനയ്ക്ക് പോകുക, കൂട്ടായ്മകൾക്ക് പോവുക, എന്നിട്ട് പോയി പഴയ പണി ചെയ്യുക, പിന്നെയും പോവുക. ഇങ്ങനെ നിൽക്കുന്ന കാര്യസാധ്യ വിശ്വാസത്തിന്റെ അനുധാവനമല്ല യേശു ആഗ്രഹിക്കുന്നത്. യേശു കർത്താവ് ആഗ്രഹിക്കുന്നത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന തലത്തിലേക്ക് യേശുവിനെ രക്ഷകനും ഏകരക്ഷകനും ഏകകർത്താവും ഏകദൈവവുമായി അംഗീകരിച്ചുകൊണ്ട്, യേശുവേ അങ്ങനെ സൗഖ്യമാക്കണമേ, ഇതാ ഞാൻ അവിടുത്തെ മകനായി തീരുവാൻ, മകളായി തീരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് മുൻപോട്ട് വരുന്നവരെ തൊട്ട് സുഖപ്പെടുത്തുവാനാണ് യേശു ആഗ്രഹിക്കുന്നത്. അങ്ങനെ വന്നാൽ ഗുണം, ഇപ്പോൾ സൗഖ്യം പ്രാപിച്ചിട്ട്, ഇപ്പോൾ വിടുതൽ പ്രാപിച്ചിട്ട് കുറെ നാൾ കഴിയുമ്പോൾ വേറെ ചില രോഗങ്ങൾ വരാം, വരുത്തില്ലെന്നല്ല, വരാം. പക്ഷേ യേശു ക്രിസ്തുവിനോടുള്ള വിടുതൽ രോഗശാന്തിക്ക് വേണ്ടി മാത്രമല്ല, പ്രതിസന്ധികൾ പരിഹരിക്കാൻ വേണ്ടി മാത്രമല്ല, മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞ ആത്യന്തികമായ പാപത്തിൽ നിന്നും യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം എന്ന പരമയാഗത്താൽ വിശ്വസിക്കുന്നത് വഴി പാപമോചനം പ്രാപിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ എത്തിച്ചേരേണ്ടതിന് വേണ്ടിയാണ് യേശു ലോകത്തിലേക്ക് വന്നത്. പാപത്താൽ നിബന്ധിച്ചു പോയ മാനവവംശം പാപത്തിന്റെ പരിണതഫലമായി അതിന്റെ ശമ്പളമായ മരണവും പിന്നെ നരകമെന്ന മരണത്തിന്റെ പൂർത്തീകരണവും പ്രാപിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് എന്നേക്കും മാറ്റപ്പെട്ട് നരകത്തിന് അടിമത്വമായി പോകാതെ ഇരിക്കേണ്ടതിന് ദൈവം മനുഷ്യന് മുൻപിൽ വെച്ചിരിക്കുന്ന രക്ഷാകര ദൗത്യത്തിന്റെ പദ്ധതി ഒന്ന് മാത്രമാണ്, യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം, പരമയാഗം. അതിലൂടെ വിശ്വാസത്താൽ അതിനെ പ്രാപിച്ചുകൊണ്ട് കർത്താവിലേക്ക് അടുത്ത് വരുന്നവർ ദൈവമക്കളായവർ പിന്നെ ഒരു പിതൃസ്ഥാനത്ത് പിതാവ് എന്ന നിലയിൽ ദൈവത്തോട് സമ്പർക്കം പുലർത്തുമ്പോൾ, കർത്താവെ എന്ന് വിളിക്കുമ്പോൾ യേശു നമ്മുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം വരുത്തുകയാണ്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ പരാമർശിച്ചു പോയ കാര്യങ്ങളെ ഒരു രത്നച്ചുരുക്കം പോലെ, കമ്പിവാചകം പോലെ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, വിടുതൽ പ്രാപിക്കേണ്ട ആള് അനുസരിക്കണം എന്ന് പറഞ്ഞാൽ കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞാൽ നടക്കണം. സൗഖ്യത്തിന് വേണ്ടി വരുന്നവർ എന്ത് ചെയ്യണമെന്ന് ദൈവം പറയുന്നു അതനുസരിക്കണം. വചനം അത് പറയുന്നു, വചനം പറയുന്നത് അനുസരിക്കണം, ദൈവകൽപ്പന അംഗീകരിക്കണം. അടുത്തത്, രണ്ടാമത്, വിടുതൽ പ്രാപിച്ചയാൾ ആ വിടുതൽ പ്രാപിച്ചു എന്ന് തെളിയിക്കണം. അതെ, അവൻ കിടക്കെടുത്ത് നടന്നത് കണ്ടില്ലേ, അവന് സൗഖ്യമായി എന്നും തെളിയിച്ചു. പിന്നെയും പരാധീനതയുടെ സാക്ഷ്യം പറഞ്ഞ് ഇത്രയും കാലവും ഗൂഗിൾ പേ നമ്പർ അയച്ചു കൊടുത്തു, അങ്ങനെ ഇങ്ങനെയൊക്കെ വാങ്ങിച്ച് ജീവിതത്തിൽ ഉപാധി കഴിക്കുന്ന സാഹചര്യം മാറ്റിയിട്ട് സ്വന്തമായി അധ്വാനിക്കുവാൻ കരുത്ത് പ്രാപിച്ചു എന്ന് തെളിയിക്കണം. മൂന്നാമത്, വിടുതൽ പ്രാപിച്ചവൻ ആലയത്തിൽ വന്നു. 2-3 പേരുടെ നാമത്തിൽ കൂടി വരുന്ന നടുവിൽ ഞാൻ ഉണ്ടെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് അവിടെ വെച്ച് അവനെ കണ്ടു.
ആലയത്തിൽ വരണം, ആരാധന കഴിക്കണം, മുടങ്ങാതെ ദൈവസമ്പർക്കത്തിൽ ജീവിക്കണം. 4, അവൻ പോയി അവന് വിടുതൽ പ്രാപിച്ച വിവരം സാക്ഷ്യം പറഞ്ഞു. 5-ാമത്തെ കാര്യം, യേശു അവനോട് പറഞ്ഞു, ഇനിമേൽ തിന്മ ഉണ്ടാകാതിരിക്കാൻ പാപം ചെയ്യരുത്. അവൻ അത് ഏറ്റെടുത്തു. വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട്, അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിച്ചുകൊണ്ട്. എന്നെ കേൾക്കുന്ന ഒരു യുവാവാണോ, യുവതിയാണോ, വിദ്യാർത്ഥിയാണോ, ആര് തന്നെയായിരുന്നാലും നിങ്ങളുടെ രോഗം ശരീരത്തിനാണെങ്കിൽ, ഇവൻ നേരിട്ടതുപോലെ മറ്റുള്ളവരാൽ തഴയപ്പെട്ടിട്ട് മാനസിക പ്രതിസന്ധിയാണ് രോഗമെങ്കിൽ, എല്ലാവരാലും തഴയപ്പെട്ടിട്ട് ആലയത്തിൽ പോകാൻ കഴിയുന്നില്ല, സംസാരിക്കാൻ കഴിയുന്നില്ല, ദേശം ചുറ്റി നടക്കാൻ പറ്റുന്നില്ല, എന്നെ കൈപിടിക്കാൻ ആരുമില്ല, എനിക്ക് സമാധാനമില്ല എന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ, ഇന്ന് ഞാൻ പ്രസ്താവിച്ചതുപോലെ യേശുവിൻ്റെ മകനായി തീർന്നാൽ, യേശുവിൻ്റെ മകളായി തീർന്നാൽ, യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചാൽ, ഈ ലോകത്തിൽ സൗഖ്യവും സമാധാനവും സ്വസ്ഥതയുള്ള ജീവിതവും, യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവെങ്കിൽ നിത്യതയും നിങ്ങൾക്കായി വേദപുസ്തകം പ്രൊവൈഡ് ചെയ്യുകയാണ്. രക്ഷയുടെ സന്ദേശം നിങ്ങൾക്ക് കൈമാറുകയാണ്. ഇത്രയും പ്രസ്താവിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ നിങ്ങൾ അടുത്ത് വരുമെങ്കിൽ നിങ്ങളെ സൗഖ്യമാക്കുന്ന, വിടുതൽ നൽകി തരുന്ന കർത്താവ് ഇതാ നിങ്ങളുടെ അടുക്കൽ നിൽക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി വിശ്വസിക്കുമെങ്കിൽ ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ ദൈവമേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരികയാണ്. എൻ്റെ ശബ്ദം കേട്ട പ്രിയപ്പെട്ടവർ, ഞാൻ ഉദ്ധരിച്ച ദൈവവചനാംശങ്ങളെ അവരുടെ ആവശ്യങ്ങൾക്കായി, വിശ്വാസത്തിനായി, ദൈവത്തിലേക്ക് അടുക്കേണ്ടതിനായി, ദൈവത്തെ, യേശുവിനെ രക്ഷകനായി, പിതാവായി സ്വീകരിക്കേണ്ടതിനായി ഇവരെത്ര പേര് വിശ്വസിക്കുന്നു? അവരുടെ ഉള്ളത്തിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാവാൻ അധികാരം കൊടുത്തിരിക്കുന്നു എന്ന് യേശുവിനെ കർത്താവെന്ന് വായു കൊണ്ട് ഏറ്റുപറയും, ദൈവനെ മനുഷ്യരുടെ ഇടയിൽ ഉയർപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്തവർ രക്ഷിക്കപ്പെടുമെന്നുള്ള വചനത്താൽ ഈ ജനം വിടുവിക്കപ്പെടട്ടെ. ഇവർ സൗഖ്യം പ്രാപിക്കട്ടെ, ഇവർ സമാധാനം പ്രാപിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ പാപമോചനം പ്രാപിക്കട്ടെ. അതിനായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇവരെ സമർപ്പിക്കുന്നു, ഞങ്ങളെ ഒന്നിച്ചേൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സമാധാനം കൈവരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പൈശാചിക ബന്ധനത്തെ ഞാൻ അഴിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ നടക്കട്ടെ. തടയപ്പെട്ട വഴികൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഓപ്പൺ ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ഇത്രത്തോളം എന്നെ ശ്രമിച്ച എല്ലാ എൻ്റെ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും നന്ദിയും വന്ദനം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവം ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.